ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ നാവ് എന്തും പറയാനുള്ളതല്ല, വേണ്ടത് പറയാനുള്ളതാണ്. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടയിടത്ത് പറയുമ്പോൾ അത് ശോഭിക്കും. എന്നാൽ വേണ്ടത് തന്നെയാണെങ്കിലും അത് വേണ്ടാത്ത സ്ഥലത്താണ് പറയുന്നതെങ്കിൽ ശോഭിക്കയില്ല. വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടയിടത്ത് ആയിരിക്കണം. അതുപോലെ നമ്മുടെ മനസ്സും അവിടെയും ഇവിടെയും ഒക്കെ ഓടി വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്നപ്പെട്ട് ഊരാക്കുടുക്കിലകപ്പെട്ട് പിന്നെ മോചനത്തിനായി കരയുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടെയും ഇവിടെയും അലഞ്ഞും ഓടിയും കുടുങ്ങിയും പുറത്തു ചാടിയും കാലം കഴിഞ്ഞു പോകുന്നു. ശരീരത്തിൻ്റെ യൗവനവും പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ദുർബലമായി, ക്ഷീണമായി, അവശതയായി പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന് ആക്രമിക്കാൻ തുടങ്ങുന്നു. പിന്നെ ഒന്നും നേടാനാവാതെ ദേഹം ഉപേക്ഷിക്കേണ്ടതായിട്ടും വരുന്നു. അതിനാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നീ മനമേ മങ്ങി മയങ്ങി വലഞ്ഞുകൊള്ളാതെ തിങ്ങുന്നൊരാനന്ദം തന്നിൽ സദാ മുന്നിടാം ചെങ്ങാതി മനമേ നീ വാവാ. നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ നമ്മൾ ചങ്ങാതിയാക്കി അങ്ങോട്ട് പോകല്ലേ മനസ്സേ, വേണ്ടയിടത്തേക്ക് പോകൂ. എവിടേക്കാണ് പോകേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നീ മനമേ മങ്ങി മയങ്ങി വലഞ്ഞുകൊള്ളാതെ. നിന്റെ കഴിവും ഊർജ്ജസ്വലതയും മങ്ങി നീ നാശോന്മുഖമാകാതെ എവിടെ പോകണം? തിങ്ങുന്നൊരാനന്ദം തന്നിൽ സദാ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആനന്ദസ്വരൂപമാണ് നമ്മുടെ ഓരോരുത്തരുടെയും അന്തര്യാമിയായിരിക്കുന്ന ആ പരമാത്മാവ്. അതിലേക്ക് മനസ്സ് പോകൂ. തിങ്ങുന്നൊരാനന്ദം തന്നിൽ സദാ മുങ്ങിടാം ചെങ്ങാതി മനമേ നീ വാവാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായിരിക്കുന്ന മനസ്സേ, നീ അവിടെയും ഇവിടെയും വേണ്ടാത്ത കാര്യങ്ങളിൽ ഓടി നിന്റെ ശക്തി മുഴുവൻ വ്യയം ചെയ്യല്ലേ. തിങ്ങുന്നൊരാനന്ദം തന്നിൽ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആനന്ദത്തിലേക്കൊന്ന് നീ ഓട്ടം വിഷയങ്ങളിലേക്ക് ഓടുന്ന മനസ്സേ, നീ ആനന്ദത്തിലേക്ക് ഓടൂ. എന്നാൽ നിനക്ക് വമ്പിച്ച ലാഭമായിരിക്കും ലഭിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 4 വരിയിൽ എത്ര മഹത്തായ തത്വമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഗുളികപ്രായത്തിൽ നമുക്ക് മഹാത്മാക്കളുടെ വചനങ്ങൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചവ നാം എടുത്ത് അയവിറക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിത പാത തുറന്നു കിട്ടുകയാണ്. ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ നമുക്കും പരമമായ ആനന്ദാനുഭൂതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നീ മനമേ മങ്ങി മയങ്ങി വലഞ്ഞുകൊള്ളാതെ തിങ്ങുന്നൊരാനന്ദം തന്നിൽ സദാ മുങ്ങിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. ആനന്ദമാകുന്ന കടലിൻ്റെ മധ്യത്തിൽ നമുക്ക് മുങ്ങണമെങ്കിൽ അവിടെയും ഇവിടെയുമൊക്കെ അലഞ്ഞു നടന്നാൽ സാധിക്കുകയില്ല. അങ്ങനെ അവിടെയും ഇവിടെ അലഞ്ഞാൽ നമ്മുടെ ആയുഷ്കാലം നഷ്ടമാകുന്നു. പിന്നെ നാം ഇരുട്ടിൽ തപ്പേണ്ടതായി വരും. അതിനിടെ വരാതെ നാം കിട്ടുന്ന ഓരോ സെക്കൻഡും ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തിൽ വിനിയോഗിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് കൃതാർത്ഥത ഉണ്ടാകൂ.